പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല ആരോഗ്യം, ദീർഘായുസ്. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുന്നത് വരെ ജീവിച്ച കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത് ഏറെ പേരും. നമ്മൾ നീണാൾ വാഴട്ടെ എന്ന് നമ്മൾ മറ്റുള്ളവരോട് ആശംസിക്കാറുണ്ട്. ഇനിയും ബൈബിൾ പ്രകാരം എങ്ങനെയാണ് അത് നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അതിന് ഉള്ള ചില കൊച്ചു മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് ബൈബിളിൽ നിന്നും. ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കും, ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. സുഭാഷിതം 10-ാം അധ്യായം 27. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. ദുഷ്ടരുടെ ജീവിതം പരിമിതമായിരിക്കും. കാരണമുണ്ട്. ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ്? തിന്മയെ വെറുക്കൽ ആണ്. അപ്പം ഈ ദൈവഭക്തി തിന്മയെ വെറുക്കൽ ജീവനിലേക്ക് നയിക്കും. ആരാണ് ജീവൻ? ദൈവം, യേശു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ആ ജീവൻ നമ്മളിൽ നിലനിൽക്കുവാൻ, ദീർഘകാലം നിൽക്കുവാൻ ദൈവഭക്തിയുള്ളവരായിരിക്കൂ. അവിടെ മറക്കരുത്. ദൈവഭക്തി എന്ന് ഞാൻ പറയുമ്പോൾ കുറെ പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുന്നത് അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ തിന്മയെ വെറുത്ത് തിന്മയിലല്ലാതെ നന്മയിൽ ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. കർത്താവിന്റെ ഇഷ്ടപ്രകാരം 1 തെസ്സലോനിയൻസ് അധ്യായം 4:3. നമ്മളെ പ്രതിയുള്ള കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. അപ്പൊ സുഭാഷിതം 8:13 പറയുന്നുണ്ട്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. 2, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കും. അതും നമുക്ക് അകാല മൃത്യു കൊണ്ടുവരുമെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതം 4:20. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കും. അപ്പോൾ നമ്മൾ അസൂയ വെടിയുക. നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതം 14:30. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ഹല്ലേലൂയ. നേരെ പേർക്ക് അസ്ഥി രോഗങ്ങളുണ്ട്. അപ്പോൾ അസ്ഥിയുടെ കഴപ്പ്, അസ്ഥിയുടെ വേദന, അസ്ഥിയുടെ ബലക്ഷയം ഒക്കെ ഉള്ളവരുണ്ട്. എങ്കിൽ അതിന് കാരണം കൂടി പറയാണ് അസൂയ, കോപം. ഇത് ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ നന്മയിൽ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക, അസൂയപ്പെടാതിരിക്കുക. മറ്റേ സ്വത്തുണ്ട്, സ്വർണമുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാം, അവരെ ഓർത്ത്. എന്നിട്ട് സന്തോഷിക്കുക. ഹൃദയത്തിൽ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഏറെ നാൾ ജീവിക്കാൻ കഴിയും. നമ്മുടെ അസ്ഥിയൊക്കെ സുഖപ്പെടും, നമ്മുടെ ശരീരവും ബലപ്പെടും. 3, ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. ഹല്ലേലൂയ. ആരും നമ്മൾ വായിക്കുന്നു സുഭാഷിതം പുസ്തകം 14. അതായത് വെറുതെ ആകുലപ്പെടുകയാണ് എല്ലാത്തിനും. കഥ ചോദിക്കുന്നുണ്ടല്ലോ മത്തായി സുവിശേഷം 6:27. ഉത്കണ്ഠ മൂലം ആയുഷിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഹല്ലേലൂയ. പറ്റിയല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഉത്കണ്ഠപ്പെടുന്നത്? ചുമ്മാ വറി എല്ലാ കാര്യത്തിലും ഉത്കണ്ഠ, ആകുലത. അതിന് കാരണം എന്ത്? കർത്താവിന്റെ വിശ്വാസക്കുറവ് കൊണ്ടും കർത്താവിൽ അർപ്പിക്കായ്മ കൊണ്ടുമാണ് എന്ന് ഞാൻ പറയും. 1 പത്രോസ് 5:6 പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് ഏൽപ്പിക്കൂ, അവിടുത്തെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കി അന്വേഷിക്കുന്ന ആ കർത്താവിന്റെ പക്കലെല്ലാം അർപ്പിക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ ആകാശത്തിലെ പറവകളെ നോക്കുക, അല്ലെങ്കിൽ വയലിലെ പുല്ലിനെ നോക്കുക. അവരൊന്നും ആകുലപ്പെടുന്നില്ല, ഉത്കണ്ഠപ്പെടുന്നില്ല. അതുപോലെ സ്വസ്ഥമായി ഉത്കണ്ഠപ്പെടാതെ എല്ലാം കർത്താവിന് അർപ്പിക്കുക. മസിലധികം പിടിക്കാതിരിക്കുക. അതായത് ഞാനെല്ലാം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഓർക്കും, ഞാനില്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഈ തുത്തൂണിക്ക് പക്ഷിയുടെ കൂട്ടാണ്. അത് തുത്തു കൊടുക്കുമ്പോൾ ഓർക്കുന്നത് ഞാൻ മുഖാന്തരാണ് ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന്. അത്രക്ക് മാത്രം അഹങ്കാരമാണ്. അപ്പൊ അങ്ങനെ ഓർക്കും, അയ്യോ ഞാനില്ലെങ്കിൽ കുടുംബം പോകും, ഞാനില്ലെങ്കിൽ എന്റെ മക്കൾ ഞാൻ എടുക്കും, എന്റെ ജോലി പോയാൽ എന്ത് സംഭവിക്കും? നിന്റെ ജോലി പോയാലും നീ മരിച്ചാലും അത് നിന്റെ മക്കളും നിന്റെ കുടുംബവും മുന്നോട്ട് പോകും. അത് നയിക്കുന്ന കർത്താവാണ്.
അപ്പൊ എന്നെ കൂടാതെ പറ്റില്ല എന്നുള്ള ചിന്താഗതി അത് മാറ്റുക. എന്നിട്ട് കർത്താവിനെ പറഞ്ഞില്ലേ, അധ്വാനവും ഭാരവും അല്ലേ എന്റെ അടുക്ക കൊണ്ടുവരാനായിട്ട്. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ. ഇത് വളരെ ചിന്തനീയമായ ഒരു ചിന്താശകലമാണ്. നമ്മൾ ഹൃദയത്തിൽ. പിന്നെ നമ്മുടെ ആയുഷ് വർദ്ധിപ്പിക്കാൻ നാലാമതൊരു മാർഗം എന്തെന്ന് ചോദിച്ചാൽ ഹൃദയത്തിലെ ആനന്ദം കളയാതിരിക്കുക. ഹൃദയ ആനന്ദം ഒരു ജീവിത സന്തോഷം ആയുസ് വർദ്ധിപ്പിക്കും. പ്രഭാഷകൻ 30:22. അപ്പോൾ ഹൃദയത്തിന്റെ ആനന്ദം ഒരുവന് ജീവനും സന്തോഷവും ആയുഷും എല്ലാം കൊടുക്കും. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതല്ലേ ഫിലിപ്പിയർ 4:4 നിങ്ങൾക്കെല്ലാം കാണാൻ അറിയാം. എപ്പോഴും കർത്താവിൽ സന്തോഷമുള്ളവരായിരിക്കും. വേദനകൾ കാണും, സങ്കടങ്ങൾ കാണും, ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയും ഉള്ളിൽ ഈ ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നെഹെമ്യാ പ്രവാചകൻ, ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, 8:11 പറയുന്നുണ്ട്, ദൈവത്തിലുള്ള ആനന്ദമാണ് എന്റെ ശക്തി. ഹല്ലേലൂയ. ഇതെന്റെയും കൂടെ ജീവിതമാണ്. ഞാന് ഇങ്ങനെ ഈ വീൽ ചെയറില് തളർന്ന് ഈ വേദനയായിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ശക്തി എന്താണെന്നറിയാമോ? ഹൃദയത്തിലെ ആനന്ദം. ഞാൻ ഒരിക്കലും ഡിപ്രസ്ഡ് ആകുകയില്ല. വേദനയൊക്കെ ഉണ്ടാകും. ഞാന് വിശുദ്ധ പദവിയിലേക്ക് പോകുന്ന പുട്ടൻ ജേഷീൻ പറഞ്ഞതുപോലെ അതായത് യേശുവിനോടുകൂടി വേദനകൾ ഏറ്റെടുക്കുമ്പോൾ അത് കർത്താവിനുള്ള ദാനമായി തീരുന്നു. കർത്താവിനുള്ള സമർപ്പണമായി മാറുന്നു. അതേസമയം കർത്താവില്ലാതെ കണ്ട് കർത്താവിനെ കൂടാതെ ആണെങ്കിൽ അതെല്ലാം വേദനയാണ്. അത് വേദനയാ, ഇത് വേദന, സങ്കടമാണ്, ദുഃഖമാണ്, കരച്ചിലാണ്, ഡിപ്രഷനാണ്. ഇല്ല, എന്നാൽ യേശുവിനോട് കൂടി ആകുമ്പോൾ ഇറ്റ്സ് എ സാക്രിഫൈസ്. പെയിൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈസ് സാക്രിഫൈസ്. പെയിൻ വിതൗട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് സഫറിംഗ്. അതാണ് ഇംഗ്ലീഷ്. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിനോടുകൂടി ഈ വേദനകളെയും ഉത്കണ്ഠകളെയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിഷാദമില്ലാതെ കണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നെങ്കിൽ വലിയ കാര്യമാണ്. കർത്താവിൽ ആനന്ദിച്ച് അപ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടായിരിക്കുക. ഈ ഹൃദയാനന്ദം ഉണ്ടാകാനായിട്ട് മദ്യപിക്കുകയോ അല്ലെങ്കിൽ ചൂതുകളിലേക്ക് പോവുകയോ വൃത്തികേടൊന്നും പോകരുത്. ലോകത്തിലെ സന്തോഷമല്ല വേണ്ടത്, പിന്നെയോ ആത്മാവിലുള്ള സന്തോഷം. അപ്പൊ ആത്മാവിലെ സന്തോഷം എത്ര പേരാണ് ഈയിടെ ഒരു വീഡിയോ കണ്ടു, 106 വയസ്സുള്ള ഒരമ്മച്ചി ഹാർമോണിയം വെച്ച് പാട്ട് പാടുന്നത്. ഹല്ലേലൂയ. അതുപോലെ വേറെ പ്രായമുള്ള ഒത്തിരി പേരെ കാണാൻ സാധിക്കും. അവരാരും പുകവലിക്കുന്നവരോ അല്ലെങ്കിൽ വിഷം കൊടുക്കുന്നവരോ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവരൊന്നുമല്ല. അവരുടെ ആനന്ദം ദൈവത്തിലുള്ള ആനന്ദം, യേശുവിലുള്ള ആനന്ദം. വേറൊന്ന്, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ജോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ദാനധർമ്മം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ദാനധർമ്മം കൊടുക്കുക. അതേപ്പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ പറയാം. എങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സന്തോഷിക്കുക. ഹല്ലേലൂയ. പിശുക്കില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലുള്ള ആനന്ദം നമ്മുടെ സ്വത്തായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ളത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി ആനന്ദവും കൂടിയാണ് വരുന്നത്. അപ്പോൾ ജീവൻ ശക്തമാകും. അതുകൊണ്ട് നമുക്ക് ഏറെ ശക്തിയുള്ളവരും ധൈര്യമുള്ളവരും കൃപയുള്ളവരും ആനന്ദമുള്ളവരും ഒക്കെയായി മാറാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് എന്ന് സുഭാഷിതം 19:17 പറയുന്നു. അത് തിരിച്ചു കിട്ടുമെന്നും പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് കടം വീട്ടുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവർ ദയ കാണിക്കുന്നത് കർത്താവിന് മുമ്പിൽ കണിശമായിട്ടും പ്രീതിജനകമാണ്. നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ കൂടുതൽ നാൾ ജീവിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കും. അടുത്തത് 6-ാമതായിട്ടുള്ളത് സുവിശേഷം പ്രഘോഷിക്കുക. ഹല്ലേലൂയ. ജീവിതം കൂടുതൽ നെട്ടിക്കൊണ്ട് പോകാനുള്ള മാർഗം. ഞാൻ തന്നെ എത്ര തവണ മരിക്കേണ്ടതായിരുന്നു, കർത്താവ് മരിപ്പിക്കുകയല്ല. ഹല്ലേലൂയ. കാരണം ഞാൻ പോകുന്നിടത്തെല്ലാം കർത്താവിനെ പറ്റി പറയുന്നറിയാം. അപ്പൊ കർത്താവിനെ പറ്റി പ്രസംഗിക്കുന്നവരെ കർത്താവ് ആരോഗ്യത്തിൽ ദീർഘായുസിൽ കാത്തുകൊള്ളും എന്ന ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുക. കാരണം കർത്താവിന് പ്രഘോഷിക്കാൻ ധാരാളം കഴുതകളെ, കുതിരകളെ ആവശ്യമാണ്. അപ്പൊ ആ കുതിരയോ കഴുതയായിട്ട് നമ്മൾ അറിയുകയാണെങ്കിൽ
മനുഷ്യഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ വചനവുമായിട്ട് ചെല്ലാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മളെ ദീർഘനാൾ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ അത് ഏതാനും പങ്കുവെക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു വർദ്ധിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ ഓർക്കണമേ, പാപം ചെയ്യാതെ ഒരു ജീവിതത്തിൽ, പാപത്തെപ്പറ്റി നമുക്കറിയാം പാപവും നമ്മുടെ അനാരോഗ്യവും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ 38:15, സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. ഹല്ലേലൂയ. പാപത്തിലാണെങ്കിൽ വൈദ്യനെ കാണേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും, ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് രോഗം വരുന്നതിന് മുമ്പേ ആരോഗ്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം, ആ വിശുദ്ധിയിൽ ജീവിക്കുവാണ്. പ്രഭാഷകൻ 18:19 പറയുന്നത്, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുക. അത് മദ്യമായിരിക്കാം, പുകയായിരിക്കാം, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളായിരിക്കാം, അമിതമായ കുടിയും തീറ്റിയും ഒക്കെ ആയിരിക്കാം. അതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് അസൂയയും തിന്മയും എല്ലാം ഹൃദയത്തിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും, ആരോഗ്യവും ഉണ്ടായിരിക്കും. നമുക്കറിയാമല്ലോ, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ തളർവാദ രോഗിയും കൊണ്ട് വന്നപ്പോൾ കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് തളർവാദ രോഗം സുഖപ്പെട്ടു. ഹല്ലേലൂയ. ആരോഗ്യം വന്നു. അവന്റെ കട്ടിൽ എടുത്തുകൊണ്ട് പോയെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ ബെത്സൈദ തീരത്ത് നമുക്കറിയാം, അവിടെ കുരുടരും മുടന്തരും തളർവാദ രോഗികളെല്ലാം വരുമായിരുന്നു. നമ്മൾ യോഹന്നാൻ 5-ാം അധ്യായം 3 മുതൽ വചനങ്ങളിൽ വായിക്കുന്നു. ഇതിന് 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരുവനെ കർത്താവ് സുഖപ്പെടുത്തിയ ആ വലിയ സാക്ഷ്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് 8-ാം വചനം. അതായത് പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കർത്താവ് കണ്ടുമുട്ടി. അപ്പോൾ ഈ സുഖം ഒത്തിപ്പേർക്ക് രോഗശാന്തി കിട്ടുന്നുണ്ട്. അന്തരീസൗഖ്യം, ശരീരസൗഖ്യം. എന്തിനാ കർത്താവ് സുഖപ്പെടുന്നത്? കൂടുതൽ പ്രാർത്ഥിച്ചു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരാൻ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരാക്കാൻ, അല്ലെങ്കിൽ കൂലാശ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഉള്ളവരാക്കാനാ. ഇല്ലെങ്കിൽ വീണ്ടും പോകാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ, ഇതാ നീ ഇപ്പോൾ സൗഖ്യം ഉള്ളവനാണ്, കൂടുതൽ മോശമൊന്നും സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ പാപവും രോഗവും തമ്മിൽ ഒരു ബന്ധമുണ്ട്, വിശുദ്ധ ജീവിതവും ആരോഗ്യവും തമ്മിലും ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന രോഗികളെല്ലാം പാപികളാന്ന് പറയല്ല, എന്നെ വിധിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം കൂടുതൽ അനുഗ്രഹം തരുവാനുള്ള, കൂടുതൽ കൃപ തരാനുള്ള സഹനങ്ങളുണ്ട്. ഈശോയുടെ സഹനത്തോട് ചേർന്ന സഹനം. അത് ഞാൻ പറഞ്ഞല്ലോ, ഫൾട്ടൻ ജേഷീൻ പറഞ്ഞത്, അതായത് യേശുവിനോടുകൂടി സഹിക്കുന്നത് സാക്രിഫൈസാണ്, കർത്താവിനുള്ള സമർപ്പണമാണ്, കർത്താവിന്റെ ബലിയാണ്. സാക്രിഫൈസ് ബലിയാണ്, ഈശോയോടുകൂടി സഹിക്കുന്ന ബലിയാണ്, ബലി ജീവിതമാണ്. ഹല്ലേലൂയ. അതല്ല പറയുന്നത്, ഒരുപക്ഷെ നിന്നെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു, പക്ഷെ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. പാപത്തിന്റെ ആ ബന്ധനം ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ പാപം മാറ്റി പുണ്യത്തിലേക്ക് കടന്നു വരണം. അതാണ് ഭക്തിയുടെ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം. അവിടെ ആരോഗ്യമുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടി വരും, മരുന്ന് മേടിക്കേണ്ടി വരുമെന്ന്. നമുക്ക് എത്രയോ പേരാണ് കള്ളുകുടിച്ചും പുകവലിച്ചും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടിമയായി പെട്ടെന്ന് രോഗികളായി പോകുന്നു, മാനസിക രോഗിയായി മാറുന്നു, ശാരീരിക രോഗിയായി മാറുന്നു. ഈ പുകയെല്ലാം വലിച്ചു ക്യാൻസർ വരുന്നു, കുടിയെല്ലാം കുടിച്ച് ചങ്കു പോകുന്നു, ഹാർട്ട് അറ്റാക്ക്. എത്ര പേരാണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നത്? ശരിയല്ലേ? എത്ര പേരാണ് ക്യാൻസർ കൊണ്ട് മരിക്കുന്നത്? അത് നമ്മൾ വേറെ കാരണങ്ങൾ കണ്ടുപിടിക്കും. നമുക്ക് നമ്മളുള്ള കാരണങ്ങൾ മാറ്റാം. ഹല്ലേലൂയ. ലോകത്തിൽ തന്നെ ഏറെ തിന്മയായ കാര്യങ്ങളുണ്ട് ക്യാൻസറൊക്കെ വരാൻ. അതല്ല ഈ പറയും. നമുക്ക് നമ്മളിലുള്ള തിന്മയെ വർജിച്ച് ഭക്തിയിൽ തിന്മ അകറ്റി നന്മയിൽ വിശുദ്ധിയിൽ ജീവിക്കാം. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉള്ളവരാകും. ആത്മാവിൽ ആരോഗ്യവും ശരീരത്തിലും ആരോഗ്യം. ഹല്ലേലൂയ. ഞാൻ ഏതാനും ചിന്താശകളും പ്രാർത്ഥനയിൽ എന്റെ മനസ്സിൽ വന്നത് എന്റെ മക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കും. കണ്ണുടെ കർത്താവേ, ബൈബിളിൽ നിന്ന് കിട്ടിയ ഏതാനും ചിന്താശകലങ്ങൾ ഈ മക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് രോഗമില്ലാതിരിക്കുവാൻ, ഏറെ ദീർഘനാൾ ജീവിച്ചിരിക്കുവാൻ. അതിന് പലതരത്തിലുള്ള ആഹാരങ്ങൾക്ക് പിന്നാലെ പോകുന്നു. ഒരുപക്ഷെ വിറ്റമിൻ ടാബ്ലറ്റ്, സപ്ലിമെന്റ്സ്, അതും പോരാഞ്ഞിട്ട് ഡയറ്റുകൾ എടുക്കുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, ബയോ ഫുഡ്, സ്വാഭാവിക ആഹാരങ്ങൾ കഴിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ശരീരം
അതെ ശക്തിപ്പെടുത്തുവാനും പുഷ്ടിപ്പെടുത്തുവാനും ഏറെനാൾ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. എല്ലാം നല്ലത് തന്നെ. എന്നാൽ ജീവൻ തമ്പുരാന്റേതാണ്. ജീവൻ തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ആ ജീവൻ യേശുവാണ്. ഞാൻ ജീവനാണെന്ന് പറഞ്ഞാണ് ഈ ലോകത്തേക്ക് വന്നത്. ആ ജീവനോടുകൂടി ഇവരുടെ ജീവനും കർത്താവെ ബന്ധിച്ചിരിക്കണം. ഇവിടെ ആസ്വാദനത്തിലൂടെ ജീവൻ ശ്വസിച്ചപ്പോഴാണ് ഇവർക്ക് ജീവൻ കിട്ടിയത്. ആ ജീവൻ, ആ ആത്മാവ് ഇവരിൽ തുടർന്നെങ്കിൽ മാത്രമേ ആ കണിശമായിട്ടും കൂടുതൽ ആയുസ് ഇവർക്കുണ്ടാകൂ. സത്യത്തിൽ ഇവർ ശ്വസിക്കുമ്പോൾ കർത്താവെ സ്തോത്രം എന്നാണ് പറയുന്നത്. കാരണം ആ ശ്വാസം നിൽക്കുമ്പോൾ ഈ ലോകവാസം വെടിയും മരിക്കും. അതുകൊണ്ട് കർത്താവെ ആ ജീവനിൽ നിലനിൽക്കുവാൻ, ജീവന്റെ ജീവനായ യേശുവിനോട് ചേർന്നിരിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും രോഗവിമുക്തരും ദീർഘായുഷ്യം ഉള്ളവരായി തീരട്ടെ. അങ്ങനെ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന വ്യക്തികൾ ആയി മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരും ജീവന്റെ സ്രോതസ്സായ, ജീവന്റെ ജീവനായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ അർപ്പിക്കുന്നു. ആ ജീവന്റെ സ്രോതസ്സിൽ നിന്ന് ജീവൻ നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സുഖപ്പെടട്ടെ. വേദനയുള്ളവരുണ്ടെങ്കിൽ കർത്താവെ സുഖപ്പെടുത്തുകയോ ആ വേദനകളെ ഏറ്റെടുത്ത് കർത്താവ് ഒരു സാക്രിഫൈസ് ആയിട്ട് കർത്താവ് അങ്ങേക്ക് തരുന്ന ഒരു സമ്മാനമാക്കി മാറ്റുകയോ അനുഗ്രഹപ്രദമോ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സകലം ശാപമായി കാണാൻ ഇവരെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് സമർപ്പണവും അനുഗ്രഹവുമായിട്ട് സകലങ്ങളെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കാണാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവിഷ്ടമെങ്കിൽ സുഖപ്പെടുത്തൂ. ആരോഗ്യമുള്ള പലരെയും കാണുന്നു. ആരോഗ്യത്തിൽ അവരെ നിലനിർത്തണമേ. അതിനായിട്ട് ഭക്തിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഹൃദയത്തിലെ ആ ശോകം, ആരിശം, അസൂയെല്ലാം മാറ്റിക്കൊണ്ടും ജീവിക്കാനുള്ള കൃപാവരം ഇവർ കൊടുക്കണമേ. ഹൃദയത്തിൽ ആനന്ദം കൊടുക്കണമേ. ആനന്ദം ഇവരുടെ ശക്തിയാകട്ടെ. ആത്മാവെ, പരിശുദ്ധാത്മാവെ, ഹൃദയാനന്ദം കൊണ്ട് നിറയ്ക്കൂ. യേശുവിൽ ആനന്ദിക്കുവാനുള്ള കൃപ ഇവർക്കോർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും യേശുവിനർപ്പിച്ച് ഞാൻ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.